ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൺലൈൻ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രിയാശീല ശ്രേണിയും ആദേശ രാസപ്രവർത്തനം എന്ന ഭാഗമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ക്രിയാശീലം, എന്താണ് ക്രിയാശീല ശ്രേണി, മെറ്റൽസ് റിയാക്ട് ടു വാട്ടർ, മെറ്റൽസ് റിയാക്ട് ടു എയർ, മെറ്റൽസ് റിയാക്ട് ടു അറ്റ്മോസ്ഫിയർ, എയർ എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കറിയാം ക്രിയാശീല ശ്രേണി നമ്മൾ കാണാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താ ക്രിയാശീല ശ്രേണി? ദ അറേഞ്ച്മെന്റ് ഓഫ് എലമെന്റ്സ് വിത്ത് ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ റിയാക്ടിവിറ്റി. അതാണ് റിയാക്ടിവിറ്റി സീരീസ്. പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിന്ന്, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, സിൽവർ, ഗോൾഡ് അല്ലേ? ഇതാണ് ക്രിയാശീല ശ്രേണി. നോക്കൂ, നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ടത് എന്താണ്? ക്രിയാശീല ശ്രേണിയും ആദേശ രാസപ്രവർത്തനം എന്ന ഭാഗമാണ്. ഞാൻ നോക്കൂ, ഒരു ബീക്കറിൽ പകുതിയോളം കോപ്പർ സൾഫേറ്റ് ലായനി എടുത്തു വെച്ചിട്ടുണ്ട്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഇതൊരു സിങ്ക് റോഡാണ്. സിങ്ക് ലോഹത്തിന്റെ തകിട്. ഒരു ബ്ലൂയിഷ് വൈറ്റ് കളറാണ് സിങ്ക് റോഡ്. അതുപോലെ കോപ്പർ സൾഫേറ്റ് എന്താണ്? നമുക്കെല്ലാം നീല കളറിലെ ലായനിയാണ്. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിലൂടെ പീരിയോഡിക് ടേബിൾ ഓഫ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന ചാപ്റ്ററിലൂടെ ഒട്ടുമിക്ക എല്ലാ കളേർഡ് കോമ്പൗണ്ടിലും ഡി ബ്ലോക്കിൽ അയോൺസുകൾ ഉണ്ടായിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? കോപ്പർ സൾഫേറ്റ്, കൊബാൾട്ട് നൈട്രേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, അയൺ സൾഫേറ്റ് എല്ലാം കളേർഡ് കോമ്പൗണ്ടാണ്. ഒട്ടുമിക്ക ലാബുകളിലൊക്കെ സയൻസ് ലബോറട്ടറിയിൽ കാണുന്ന എല്ലാ ലാബുകളിലും കാണുന്ന ഒട്ടുമിക്ക എല്ലാ കളേർഡ് സംയുക്തങ്ങൾ എന്താണ്? സംയുക്തങ്ങളിൽ എന്തുണ്ടായിരിക്കും? ഡി ബ്ലോക്കിൽ അയോൺസുകൾ ഉണ്ടായിരിക്കും. ഡി ബ്ലോക്കിൽ അയോൺസിന്റെ പ്രത്യേകത എന്താ? ഡി ബ്ലോക്ക് എലിമെന്റ്സിന്റെ പ്രത്യേകത, ഡി ബ്ലോക്ക് എലിമെന്റ്സ് ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു. എന്തുകൊണ്ട്? ഡി ബ്ലോക്കിന്റെ അവസാനത്ത് എസ് സബ്ഷെല്ലും ഡി സബ്ഷെല്ലും എനർജി ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എസിൽ നിന്ന് ഇലക്ട്രോൺസ് കൊടുക്കാൻ കഴിവുണ്ട്, ഡിയിൽ നിന്ന് ഇലക്ട്രോൺസ് കൊടുക്കാൻ കഴിവുണ്ട്. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിലൂടെ പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ FeCl2, FeCl3 എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഡി ബ്ലോക്കിൽ ഏതെങ്കിലും അയോൺസ് വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? കളേർഡ് കോമ്പൗണ്ട് കിട്ടും അല്ലേ? അപ്പോൾ ഒട്ടുമിക്ക എല്ലാ കളർ സംയുക്തങ്ങളിലും കളറുള്ള സംയുക്തങ്ങൾ എന്തുണ്ടായിരിക്കും? ഡി ക്ലോക്കിൽ ഏതെങ്കിലും അയോൺസുകൾ ഉണ്ടായിരിക്കും എന്നാണ് അർത്ഥം. ഇത് വളരെ വിശദമായി ഒന്നാമത്തെ ചാപ്റ്ററിലൂടെ പറഞ്ഞതാണ്. MnO2, Mn2O3, Mn2O7, MnCl2 അതിൽ എല്ലാത്തിലും മാംഗനീസ് ഉണ്ട്. മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 4 കോമ്പൗണ്ട് ഡിഫറെന്റ് ആണ്, 4 കളേർഡാണ് കാണിക്കുക. അത് ഒന്നാമത്തെ ചാപ്റ്ററിലൂടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഇപ്പൊ നമ്മുടെ വിഷയം എന്താണ്? കോപ്പർ സൾഫേറ്റ് ആണ്, CuSO4. അതെന്താണ്? നീല കളറുള്ള ലായനിയാണ്. എന്തുകൊണ്ടായിരിക്കും ആ കോപ്പർ സൾഫേറ്റ് നീല കളർ കിട്ടാൻ കാരണം? ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തുകൊണ്ടായിരിക്കും? Cu+2 അയോൺസ് ഉള്ളതുകൊണ്ടാണ്. അതായത് ഈ Cu കോപ്പർ, കുപ്രം, Cu അതാ ഡി അറ്റോമിക് നമ്പർ 29 ഉള്ള ഒരു മൂലകമാണ് എന്ത്? കോപ്പർ. അതേതാ ബ്ലോക്ക്? ഡി ബ്ലോക്കിലെ എലമെന്റ്സ് ആണ്. ഇപ്പൊ ഡി ബ്ലോക്കിൽ അയോൺസുകൾ ഒന്നാ എന്തുണ്ടാവും? കളേർഡ് കിട്ടും എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ കോപ്പർ സൾഫേറ്റ് ലായനിക്ക് നീല കളർ നൽകുന്ന എന്താണ്? ഈ കോപ്പർ സൾഫേറ്റില് ഏത് അയോൺ ഉള്ളത് കൊണ്ടാ? Cu+2 അയോൺ ഉള്ളത് കൊണ്ടാണ് എന്ത്? കോപ്പർ സൾഫേറ്റിന് ബ്ലൂ നിറം കിട്ടാൻ കാരണം. റൈറ്റ്? അപ്പൊ നോക്കട്ടെ, ഈ കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പർ അയോൺ പോയാലോ ആ നീല കളറും പോകൂലേ? കളർലെസ് ആയി മാറൂലേ? കോപ്പറിന്റെ പ്രസൻസ് ഉണ്ടാകുമ്പോൾ നീല കളർ കിട്ടുന്നു. കോപ്പർ എന്ത് ചെയ്യുന്നു? ആ സൊല്യൂഷനിൽ നിന്നും പോയി കഴിഞ്ഞാൽ നീല കളർ പോയി കളർലെസ് ആയി മാറുന്നു. ക്ലിയർ? ശ്രദ്ധിക്കൂ, ഈ സിങ്കിന്റെ കളർ എന്താണ്? ബ്ലൂയിഷ് വൈറ്റ് ആണ്, വൈറ്റ് കളറാണ്. ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കണം. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ് പറയാൻ പോകുന്നത്. ആദേശ പ്രവർത്തനം. ഈ ആദേശ പ്രവർത്തനം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ക്രിയാശീല ശ്രേണി കാണാതെ പഠിക്കേണ്ടതുണ്ട്. ആ ശ്രേണി എന്ന് പറഞ്ഞേ: പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, സിൽവർ, ഗോൾഡ്. ഈ ശ്രേണി കാണാൻ പഠിക്കേണ്ടതുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷ ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പൊ നീല നിറത്തിലുള്ള കോപ്പർ സൾഫേറ്റ് ലായനിലേക്ക് ഞാൻ ഈ വൈറ്റ് നിറത്തിലുള്ള, ഈ ബ്ലൂയിഷ് വൈറ്റ് നിറത്തിലുള്ള എന്ത് ചെയ്യുന്നു? സിങ്ക് ലോഹത്തിന്റെ തകിട് ഇറക്കി വെക്കുന്നു. ദ സിങ്ക് റോഡ് ഡിപ്ഡ് ഇൻ ദ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഓക്കെ, വെക്കുന്നു. ശ്രദ്ധിക്കണേ. ഞാൻ ഈ സിങ്ക് ലോഹത്തിന്റെ തകിട്
കോപ്പർ സൾഫേറ്റ് ലായനിയിലേക്ക് ഇറക്കി വെക്കുന്നതിന് മുന്നേ കോപ്പർ സൾഫേറ്റിന്റെ കളർ എന്തായിരുന്നു? എല്ലാവരും പറഞ്ഞേ, ബ്ലൂ കളർ ആയിരുന്നു. എന്തുകൊണ്ടാണ് ബ്ലൂ കളർ കിട്ടിയത്? അതിൽ Cu+2 അയോൺ ഉള്ളത് കൊണ്ട്, റൈറ്റ്? കോപ്പർ സൾഫേറ്റിലേക്ക് സിങ്ക് ലോഹത്തിന്റെ തകിട് ഇറക്കി വെക്കുന്നതിന് മുന്നേ സിങ്കിന്റെ കളർ എന്തായിരുന്നു? ബ്ലൂയിഷ് വൈറ്റ് ആയിരുന്നു. നോക്കൂ, ഇങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 3 മണിക്കൂർ കഴിഞ്ഞ ശേഷം നോക്കുമ്പോൾ ഈ സിങ്ക് ലോഹത്തിനും കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നിറത്തിനും എന്തുണ്ടാവും? കളറിൽ വ്യത്യാസം വന്ന് കാണും. എന്തുകൊണ്ടായിരിക്കും? അതായത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുന്നത് കൊണ്ടാണ്. എന്ത്? കോപ്പർ സൾഫേറ്റ് ലായനിയുടെ കളർ എന്ത് ചെയ്യും? കളർലെസ് ആയി മാറുന്നു, കളർ ഇല്ലാതെയായി മാറുന്നു. സിങ്കിന്റെ കളർ എന്തായിരുന്നു? ബ്ലൂയിഷ് വൈറ്റ് ആയിരുന്നില്ലേ? അത് റെഡ് കളറായി മാറുന്നു. അപ്പോൾ ഈ സിങ്ക് ലോഹത്തിന് റെഡ് കളർ കിട്ടുന്നതും കോപ്പർ സൾഫേറ്റിന്റെ നീല കളർ പോയി കളർലെസ് ആയി മാറുന്നതും എന്തിന്റെ ഫലമായിട്ടാണ്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ടാണ്. ക്ലിയർ? നല്ലോണം ശ്രദ്ധിക്കണം. കോപ്പർ സൾഫേറ്റ് ലായനിയുടെ കളർ നീലയായിരുന്നു, സിങ്കിന്റെ കളർ ബ്ലൂയിഷ് വൈറ്റ് ആയിരുന്നു. സിങ്ക് റോഡ് കോപ്പർ സൾഫേറ്റ് ലായനിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞ ശേഷം നോക്കുമ്പോൾ കോപ്പർ സൾഫേറ്റ് എന്തായിട്ടുണ്ടാവും? കളർലെസ് ആയിട്ടുണ്ടാകും. സിങ്ക് എന്തായിട്ടുണ്ടാവും? ബ്ലൂയിഷ് വൈറ്റുള്ള സിങ്ക് റെഡ് കളർ ആയിട്ടുണ്ടാവും. അത് രണ്ടിനും കളർ ചേഞ്ച്, അതായത് ഈ ബീക്കറിലും സിങ്ക് റോഡിലും എന്ത് നടന്നു? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടന്നു. ക്ലിയർ? ഇനി ശ്രദ്ധിക്കണേ, ഞാൻ ചോദിക്കട്ടെ, ഈ സിങ്ക് ആണോ കോപ്പർ സൾഫേറ്റ് ലായനിലേക്ക് ഇറക്കി വെച്ച സിങ്ക് ആണോ കോപ്പർ സൾഫേറ്റിലെ കോപ്പർ ആണോ ക്രിയാശീല ശ്രേണിയിൽ മുകളിലുള്ളത്? ഒന്ന് നോക്കിയേ. സിങ്ക് ആണ് ക്രിയാശീല ശ്രേണിയിൽ മുകളിലുള്ളത്. എന്തിനേക്കാളും? കോപ്പർ സൾഫേറ്റിലെ കോപ്പറിനേക്കാളും. നോക്കൂ, സിങ്കിന്റെ സ്ഥാനം നോക്കിയേ. സിങ്ക് 1, 2, 3, 4, 5, 6, മുകളിൽ 6ാമത്തതാണ് സിങ്ക്. എന്നാൽ കോപ്പറോ? താഴത്തുനിന്ന് 3ാമത്തതാണ് കോപ്പർ. ഓക്കെ, അതായത് കോപ്പറിനേക്കാളും ക്രിയാശീലം കൂടുതൽ എന്തിനുണ്ട്? സിങ്ക് എന്ന ലോഹത്തിനുണ്ട്. റൈറ്റ്? ശ്രദ്ധിക്കണേ, ഈ ആദേശ പ്രവർത്തനം നടന്നത് റിഡോക്സ് പ്രവർത്തനം നടന്നതിന്റെ ഫലമായിട്ട്. എന്താ റിഡോക്സ് പ്രവർത്തനം? 9ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് ഓക്സീകരണം? എന്താണ് നിരോക്സീകരണം? അതായത് ഒരു ആറ്റം ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ഓക്സീകരണം. ലോസ് ഓഫ് ഇലക്ട്രോൺസ് ഈസ് കോൾഡ് ഓക്സിഡേഷൻ. റൈറ്റ്? ഒരു ആറ്റം ഇലക്ട്രോൺസ് വിട്ടുകൊടുത്ത ഏത് ചിഹ്നമാണ് ലഭിക്കുക? പോസിറ്റീവ് ചിഹ്നം. റൈറ്റ്? ഒരു ആറ്റം ഇലക്ട്രോൺസ് സ്വീകരിക്കുന്നതിന് പറയുന്ന പേരാണ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. അതാണ് റിഡക്ഷൻ. അപ്പോൾ ഇലക്ട്രോൺസ് വിട്ടുകൊടുക്കുന്നതിന് ഓക്സീകരണം എന്നും ഇലക്ട്രോൺസ് സ്വീകരിക്കുന്നതിന് നിരോക്സീകരണം എന്ന് പറയുന്നു. ഓക്സീകരണം പ്ലസ് നിരോക്സീകരണം എന്ത്? റിഡോക്സ് റിയാക്ഷൻ. അതായത് ഓക്സീകരണവും നിരോക്സീകരണം ഒന്നിച്ച് നടക്കുന്നതിന് പറയുന്ന പേരാണ് റിഡോക്സ് പ്രവർത്തനം. ആ റിഡോക്സ് പ്രവർത്തനം നടക്കുന്നതിന്റെ ഫലമായിട്ടാണ് കോപ്പർ സൾഫേറ്റിന്റെ നീല കളർ നഷ്ടപ്പെട്ട് കളർലെസ് ആയതും വെള്ള നിറത്തിലുള്ള സിങ്ക് റോഡ് റെഡ് കളർ കിട്ടിയതും. മനസ്സിലാവുന്നുണ്ടോ? നോക്കൂ, ഞാൻ റിഡോക്സ് റിയാക്ഷൻ നടക്കുന്ന പറഞ്ഞേക്കാം, ആസ്വദിക്കൂ. അപ്പം എപ്പോഴും ക്രിയാശീലം കൂടിയതിലുള്ളതിലായിരിക്കും എന്ത് സംഭവിക്കുക? ഓക്സീകരണം നടക്കുന്നത്. അപ്പം എന്ത് ചെയ്യും? ഈ സിങ്കിൽ എന്ത് ചെയ്യും? നല്ലോണം ശ്രദ്ധിക്കണം. ഞാൻ ഇറക്കി വെച്ചത് എന്തായിരുന്നു? സിങ്ക് ആയിരുന്നു. എന്തിലേക്കാണ് ഇറക്കി വെച്ചത് പറഞ്ഞേ? കോപ്പർ സൾഫേറ്റ് ലായനിയിലേക്കാണ് ഇറക്കി വെച്ചത്. ശരിയല്ലേ? അപ്പൊ നോക്കൂ, ഈ കോപ്പർ എന്ത് ചെയ്യുന്നു? ഈ സിങ്കിന്റെ സ്ഥാനത്തേക്ക് വരുന്നു. ഈ സിങ്ക് എന്ത് ചെയ്യുന്നു? കോപ്പർ സ്ഥാനത്തേക്ക് പോകുന്നു. അപ്പൊ എന്തായി മാറുന്നു? സിങ്ക് കോപ്പറിന്റെ കൂടെ ചേർന്ന് എന്താവും? സിങ്ക് സൾഫേറ്റ് ആയി മാറുന്നു. പ്ലസ് ഇവിടെ സിങ്കിന്റെ സ്ഥാനത്തേക്ക് എന്ത് വരുന്നു? കോപ്പർ വരുന്നു. ഇതാണ് എന്ത്? ആദേശ പ്രവർത്തനത്തിന്റെ പൊതുവായിട്ടുള്ള ഇക്വേഷൻ. ഇവിടെ നടന്ന ആദേശ പ്രവർത്തനത്തിന്റെ പൊതുവായിട്ടുള്ള ഇക്വേഷനാണ് എന്ത്? സിങ്ക് കോപ്പർ സൾഫേറ്റ് ലായനിലേക്ക് ഇറക്കി വെച്ചപ്പോൾ കോപ്പർ സൾഫേറ്റിലെ സിങ്കിന്റെ സ്ഥാനത്തേക്ക് കോപ്പറിന്റെ സ്ഥാനത്തേക്ക് സിങ്ക് വന്നു. എന്നാൽ സിങ്കിന്റെ സ്ഥാനത്തേക്ക് കോപ്പർ വന്നു. അപ്പൊ ഇവിടെ സിങ്ക് വന്നപ്പോൾ സിങ്ക് സൾഫേറ്റ് ആയി മാറി. അപ്പൊ ഇത് കോപ്പർ പോയത് കൊണ്ടാണ് നീല കളർ പോയത്. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ ഈ കോപ്പർ എന്ത് ചെയ്യുന്നു? സിങ്കിന് മുകളിൽ പറ്റി പിടിക്കുന്നു. ക്ലിയർ? ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഇവിടെ നടന്ന ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷന്റെ ടോട്ടൽ ഇക്വേഷൻ.
ഇനി ശ്രദ്ധിക്കൂ, ഇനി ഏതിനാണ് ക്രിയാശീലം കൂടുതൽ? ഈ ഇറക്കി വെച്ച സിങ്കിനാണോ കോപ്പർ സൾഫേറ്റിലെ കോപ്പറിനാണോ? സിങ്കിനാണ്. അപ്പൊ ക്രിയാശീലം കൂടുതലുള്ളതിലായിരിക്കും എപ്പോഴും എന്ത് സംഭവിക്കുക? ഓക്സീകരണം സംഭവിക്കുക. അതായത് ക്രിയാശീലം കൂടിയ ലോഹമാണ് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നത് എന്നർത്ഥം. അപ്പൊ എന്ത് ചെയ്യും? സിങ്ക് എന്ത് ചെയ്യുന്നു? വിട്ടുകൊടുക്കുന്നു. റൈറ്റ്, പ്ലസിനെ കിട്ടുന്നു വിട്ടുകൊടുത്താൽ. എത്ര ഇലക്ട്രോൺസ് വിട്ടുകൊടുക്കുക? സാധാരണ 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നു. സിങ്ക് +2 അയോണായി മാറുന്നു. എപ്പോൾ? 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തിട്ട്. ക്ലിയർ ആയോ പറഞ്ഞേ? ഞാൻ ഈ നേരിയ എന്താണ്? 2 ഇലക്ട്രോൺസ് ആണ്. ക്രിയാശീല കൂടിയ സിങ്ക് കോപ്പർ സൾഫേറ്റിലെ ലായനിലേക്ക് ഇറക്കി വെക്കുമ്പോൾ 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്ത് സിങ്ക് +2 അയോണായി മാറുന്നു, +2 ഇലക്ട്രോൺസ് ആയി മാറുന്നു. ക്ലിയർ? ധാരാളം ശ്രദ്ധിക്കണേ. ലിസൺ ഹിയർ. ഈ സിങ്ക് ധാരാളം 2 ഇലക്ട്രോൺസിന് ലായനിലേക്ക് വിട്ടുകൊടുക്കുന്നു. സിങ്ക് 2 ഇലക്ട്രോൺസിന് ഈ ലായനിലേക്ക് വിട്ടുകൊടുക്കുന്നു. ക്ലിയർ? ഈ സൊല്യൂഷനിൽ വെച്ച് എന്ത് ചെയ്യുന്നു? നീല നിറത്തിന് പ്രധാന കാരണമായ കോപ്പർ സൾഫേറ്റിലെ കോപ്പർ 2 ഇലക്ട്രോൺസിനെ കോപ്പർ സൾഫേറ്റിലെ കോപ്പർ Cu2+ എന്ത് ചെയ്യുന്നു? സ്വീകരിക്കുന്നു. ഇവിടെ എന്തായി മാറുന്നു? Cu ആയിട്ട് മാറുന്നു. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് വേണമെങ്കിൽ -2 എന്ന് എഴുതാം. ശരി തന്നെയാണ്. ഈ ചിഹ്നം ഇടാതെ എഴുതിയാൽ എന്താണ്? അത് രണ്ടും എന്താണ്? ശരിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത് എന്തിന്റെ ഇക്വേഷൻ ആണ് പറഞ്ഞേ? ഇത് ഓക്സിഡേഷന്റെ ഇക്വേഷൻ ആണ്. ക്ലിയർ? അതായത് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്ന ഇക്വേഷൻ ആണ്. എന്നാൽ ഇതോ റിഡക്ഷന്റെ ഇക്വേഷൻ ആണ്. ഇലക്ട്രോൺസിനെ സ്വീകരിക്കുന്നതിന്റെ ഇക്വേഷൻ ആണ്. ക്ലിയർ? എന്നാൽ ഇത് ഓക്സിഡേഷൻ പ്ലസ് റിഡക്ഷൻ ആണ്. എന്ത്? റിഡോക്സ് റിയാക്ഷൻ ഇക്വേഷൻ പറഞ്ഞേ. എന്താ റിഡോക്സ് റിയാക്ഷൻ? എന്താ? ഈ ആരോ മാർക്കിന് ലെഫ്റ്റിൽ എന്താ? സിങ്ക് പ്ലസ് ഈ ആരോ മാർക്കിന് ലെഫ്റ്റിൽ എന്താ? 2 ഇലക്ട്രോൺസ് ഇവിടെയും ഉണ്ട്, ഇവിടെയും വിട്ടിപ്പോയി. ഇവിടെ എന്താ ഉണ്ടായ? Cu2+ എന്തുണ്ടാവുന്നു? ഇവിടെ Zn+2 Cu. ഇതാണ് എന്ത്? ശ്രദ്ധിക്കണേ. ഈ ആരോ മാർക്കിന് ലെഫ്റ്റിൽ സിങ്ക് ഇവിടെ ഇത്. ഈ ആരോ മാർക്കിന് ലെഫ്റ്റിൽ Cu2+ ഇവിടെ ഇത്. 2 ഇലക്ട്രോൺസും ക്യാൻസൽ. ഇവിടെ റൈറ്റിൽ സിങ്ക് 2+, ഇവിടെ റൈറ്റിൽ Cu. ഇതാണ് റിഡോക്സ് റിയാക്ഷൻ. ഈ റിഡോക്സ് റിയാക്ഷൻ സിങ്കിലും കോപ്പർ സൾഫേറ്റിലെ കോപ്പർ +2 അയോണിലും നടന്നത് കൊണ്ടാണ് ഇത് കോപ്പർ സൾഫേറ്റിന് ലായനിയുടെ കളറ് പോയതും സിങ്കിന് റെഡ് കളറ് കിട്ടിയതും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്ത് സംഭവിച്ചു? ക്രിയാശീലം കുറഞ്ഞ ലോഹം ഉൾക്കൊള്ളുന്ന ലായനിയായ കോപ്പർ സൾഫേറ്റ് ലായനിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ക്രിയാശീലം കൂടിയ ലോഹം സിങ്ക് ക്രിയാശീലം കുറഞ്ഞ ലോഹത്തെ, അതായത് കോപ്പറിനെ എന്ത് ചെയ്യുന്നു? പറ്റി പിടിപ്പിക്കുന്നു. അതായത് കോപ്പർ സൾഫേറ്റില് കോപ്പർ സ്ഥാനത്തേക്ക് സിങ്ക് വരുന്നു, കോപ്പർ ഇങ്ങോട്ടേക്ക് പോകുന്നു. മനസ്സിലാണ്ടോ? ഡിസ്പ്ലേസ് ചെയ്യുന്നു. അതാണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ക്ലിയർ ആയോ? അപ്പോൾ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ പറഞ്ഞേ? ക്രിയാശീല കൂടിയ ലോഹം, ഇവിടെ ക്രിയാശീല കൂടിയ ലോഹം ഏതാണ്? സിങ്ക് ആണ്. ക്രിയാശീല കുറഞ്ഞ ലോഹം ഉൾക്കൊള്ളുന്ന ലായനിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ഇവിടെ ക്രിയാശീല കുറഞ്ഞ ലോഹം ഏതാ? കോപ്പറാണ്. കോപ്പർ ഉൾക്കൊള്ളുന്ന ലായനി ഏതാ? കോപ്പർ സൾഫേറ്റ് ലായനിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ക്രിയാശീല കൂടിയ ലോഹം, ഇവിടെ സിങ്ക് കുറഞ്ഞ ലോഹത്തെ, അതായത് കോപ്പറിനെ ആദേശം ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ആദേശ രാസപ്രവർത്തനം എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ട് വിചാരിക്കുന്നു? ഒന്നുകൂടെ പറയാം. ഹൈ റിയാക്ടിവിറ്റി മെറ്റൽ ഈസ് ഡിസ്പ്ലേസ്ഡ് ദ ലോ റിയാക്ടിവിറ്റി മെറ്റൽസ് ഫ്രം ദി സാൾട്ട് സൊല്യൂഷൻ ബൈ റിഡോക്സ് റിയാക്ഷൻ. റിഡോക്സ് പ്രവർത്തനത്തിലൂടെ ക്രിയാശീല കൂടിയ ലോഹം ക്രിയാശീല കുറഞ്ഞ ലോഹത്തെ അവയിലെ ലായനിൽ നിന്നും ആദേശം ചെയ്യുന്നതിന് ആദേശ പ്രവർത്തനം എന്ന് പറയുന്നു. അപ്പോൾ ഈ ആദേശ പ്രവർത്തനം നടക്കണമെങ്കിൽ ഈ ഇറക്കി വെക്കുന്ന ലോഹം ഈ ലായനിലെ അയോണിനേക്കാളും കൂടുതൽ എന്തുണ്ടായിരിക്കണം? ക്രിയാശീലം ഉണ്ടായിരിക്കണം. എന്നിരുന്നാൽ മാത്രമേ ആദേശ പ്രവർത്തനം നടക്കുകയുള്ളൂ. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ശ്രദ്ധിക്കണേ. ലിസൺ. ഞാൻ ആദ്യം എന്തെടുത്തു? ഒരു ബീക്കറിൽ കോപ്പർ സൾഫേറ്റ് ലായനി എടുത്തു. കോപ്പർ സൾഫേറ്റ് ലായനിയുടെ കളർ എന്താണ്? ബ്ലൂ കളറാണ്. ബ്ലൂ കളർ കിട്ടാൻ എന്താണ്? ഡി ബ്ലോക്കിലെ Cu+2 അയോൺസ് ഉള്ളത് കൊണ്ടാണ് ബ്ലൂ കളർ കിട്ടിയത്. ക്ലിയർ? അതിലേക്ക് ബ്ലൂയിഷ് വൈറ്റ് നിറത്തിലുള്ള, നീല കാണുന്ന വെള്ള നിറത്തിലുള്ള സിങ്ക് റോഡ് ഇറക്കി വെക്കുന്നു.
ഇറക്കി വെക്കുന്നതിന് മുന്നേ സിങ്കിന്റെ കളർ ബ്ലൂയിഷ് വൈറ്റ് ആയിരുന്നു, കോപ്പർ സൾഫേറ്റ് ബ്ലൂ കളർ ആയിരുന്നു. ഈ ഇറക്കി വെക്കുന്നതോടുകൂടി കോപ്പർ സൾഫേറ്റ് ലായനിയിലും സിങ്ക് റോഡിലും എന്ത് നടന്നു? റിഡോക്സ് റിയാക്ഷൻ നടക്കുന്നു. അതായത് റിയാക്ടിവിറ്റി കൂടിയ സിങ്കിൽ ഓക്സിഡേഷനും റിയാക്ടിവിറ്റി കുറഞ്ഞതിൽ റിഡക്ഷനും നടക്കുന്നു. അതിന്റെ ഫലമായിട്ട് കളർ ചേഞ്ച് മാറ്റം സംഭവിക്കുന്നു. നോക്കൂ, സിങ്ക് ഇവിടെ ആദേശ പ്രവർത്തനം പൊതുവായിട്ടൊരു സിക്വേഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നു. നോക്കൂ, സിങ്ക് കോപ്പർ സൾഫേറ്റ് ലായനിലേക്ക് ഇറക്കി വെക്കുന്നു, CuSO4 ഇറക്കി വെക്കുന്നു. അപ്പോൾ ഈ സിങ്ക് കോപ്പർ സൾഫേറ്റ് സിയുടെ സ്ഥാനത്തേക്ക് വരുന്നു. അപ്പോൾ ZnSO4 ആയി മാറുന്നു. Cu പോയി കഴിഞ്ഞാൽ കളർ പോയി, അപ്പോൾ കളർലെസ് ആയി മാറുന്നു. അപ്പോൾ കളർലെസ് ലായനി ഏതാണ്? സിങ്ക് സൾഫേറ്റ് ലായനിയാണ്. ഇവിടെ സിങ്കിന്റെ സ്ഥാനത്തേക്ക് എന്ത് വരുന്നു? കോപ്പർ വരുന്നു. ഓക്കെ, പരസ്പരം അങ്ങോട്ട് ഡിസ്പ്ലേസ് ആകുന്നു. നോക്കൂ, സിങ്ക് കോപ്പർ സൾഫേറ്റ് ഇറക്കി വെച്ചപ്പോൾ സിങ്ക് കോപ്പർ സൾഫേറ്റ് കോപ്പർ സ്ഥാനത്തേക്ക് വരുന്നു, കോപ്പർ സിങ്കിന്റെ സ്ഥാനത്തേക്ക് വരുന്നു. കോപ്പർ സൾഫേറ്റ് എന്തായി സിങ്ക് സൾഫേറ്റ് മാറുന്നതോടുകൂടി കളർലെസ് ആയി മാറുന്നു. ക്ലിയർ? നോക്കൂ, അതിൽ റിയാക്ടിവിറ്റി കൂടുതൽ ഏതിനാണ്? സിങ്കിനാണ്. ഏതിനേക്കാളും? കോപ്പർ സൾഫേറ്റിന്റെ കോപ്പറിനേക്കാളും. എപ്പോഴും റിയാക്ടിവിറ്റി കൂടിയ ലോഹത്തിലായിരിക്കും എന്ത് സംഭവിക്കുക? ഓക്സീകരണം സംഭവിക്കുക, അതായത് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നത് അല്ലേ? അപ്പോൾ നോക്കൂ, സിങ്കിൽ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്ത് സിങ്ക് +2 ആയി മാറുന്നു. +2 ഇലക്ട്രോൺ, ഇതാണ് എന്ത്? ഓക്സിഡേഷൻ. ഇലക്ട്രോൺസ് വിട്ടുകൊടുത്തു. അതായത് ഈ സിങ്ക് മെറ്റൽസ് ധാരാളം 2 ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ലായനിലേക്ക് വിട്ടുകൊടുക്കുന്നു. ഓക്കെ, വിട്ടുകൊടുക്കുന്നു, അതാണ് ഓക്സിഡേഷൻ. ഈ 2 ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? കോപ്പർ ധാരാളം Cu+2 അയോൺ SO4- അയോൺ ഉണ്ടാവും ധാരാളം. ഈ ഓരോ 2 ഇലക്ട്രോൺസിനെ ഒരു കോപ്പർ സ്വീകരിക്കുന്നു. 2 ഇലക്ട്രോൺസിനെ കോപ്പർ സൾഫേറ്റിലെ Cu+2 അയോൺ, നീല കളർ പ്രധാന കാരണമായ Cu+2 അയോൺ 2 ഇലക്ട്രോൺ സ്വീകരിച്ച് അത് കോപ്പറായി മാറുന്നു. ഇലക്ട്രോൺസിനെ വാങ്ങുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഇത് റിഡക്ഷൻ. ഓക്സിഡേഷൻ പ്ലസ് റിഡക്ഷൻ ആണ് റിഡോക്സ് റിയാക്ഷൻ. ക്ലിയർ? നോക്കൂ, ഇത് റിഡോക്സ് റിയാക്ഷൻ ഇക്വേഷൻ ആണിത്. ഓക്സിഡേഷൻ ഈ ആരമാർക്കിന്റെ ലെഫ്റ്റിൽ എന്താണ്? സിങ്ക് ഇവിടെ ഉണ്ട്, പ്ലസ് ഈ ആരമാർക്കിന്റെ ലെഫ്റ്റിൽ Cu2+, ഇവിടെ എഴുതി 2 ഇലക്ട്രോൺസ് ക്യാൻസൽ, ആരമാർക്ക് ഇട്ടു. റൈറ്റിൽ Zn2+, റൈറ്റിൽ Cu. ഇതാണ് റിഡോക്സ് റിയാക്ഷൻ. അപ്പോൾ എന്താണ് ആദേശ പ്രവർത്തനം പറഞ്ഞേ? ക്രിയാശീല കൂടിയ ലോഹം ക്രിയാശീലം കുറഞ്ഞ ലോഹം ഉൾക്കൊള്ളുന്ന ലായനിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ക്രിയാശീലത കുറഞ്ഞ ലോഹത്തെ കൂടിയ ലോഹം ആദേശം ചെയ്യുന്നതിന് ആദേശ പ്രവർത്തനം എന്ന് പറയുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ high reactivity metal is displaced the low reactivity metal from their salt solution by redox reaction. റിഡോക്സ് പ്രവർത്തനത്തിലൂടെ ക്രിയാശീല കൂടിയ ലോഹം ക്രിയാശീല കുറഞ്ഞ ലോഹത്തെ ആദേശം ചെയ്യുന്നതിന് ആദേശ പ്രവർത്തനം എന്ന് പറയുന്നു. എൻ്റെ ചോദ്യം, ഈ കോപ്പർ സൾഫേറ്റ് ലായനിലേക്ക് സിൽവർ റോഡ് ഇറക്കി വെച്ചാൽ ആദേശ പ്രവർത്തനം നടക്കോ ഇല്ലേ? ആൻസർ എന്താ? നടക്കില്ല. എന്തുകൊണ്ട്? കോപ്പർ സൾഫേറ്റിലെ കോപ്പറിനേക്കാളും ക്രിയാശീലം കുറവാണ് സിൽവറിന്. അപ്പോൾ ഇറക്കി വെക്കുന്ന ലോഹത്തകിടിന് ആ ലവണ ലായനിലെ അയോണിനേക്കാളും ക്രിയാശീലം നിർബന്ധമായും കൂടുതലുണ്ടായിരിക്കണം. എന്നിരുന്നാൽ മാത്രമേ ആദേശ പ്രവർത്തനം നടക്കുള്ളൂ. ക്ലിയർ? ഞാൻ ചോദിക്കട്ടെ, ഇത് മഗ്നീഷ്യം സൾഫേറ്റ് സങ്കല്പിക്കൂ. MgSO4 മഗ്നീഷ്യം സൾഫേറ്റ്. ഈ മഗ്നീഷ്യം സൾഫേറ്റിലേക്ക് സ്വർണത്തിന് തകിട് ഇറക്കി വെച്ചു, ആദേശ പ്രവർത്തനം നടക്കുമല്ലേ? മഗ്നീഷ്യം സൾഫേറ്റിലെ മഗ്നീഷ്യത്തെക്കാളും ക്രിയാശീലം കുറവാണ് സ്വർണത്തിന്, അതുകൊണ്ട് ആദേശ പ്രവർത്തനം നടക്കില്ല. അപ്പോൾ ഈ ആദേശ പ്രവർത്തനം നടക്കണമെങ്കിൽ ക്രിയാശീലത കൂടിയ ലോഹം ഇറക്കി വെച്ചാൽ മാത്രമേ ആദേശ പ്രവർത്തനം നടക്കുള്ളൂ എന്നാണ് അർത്ഥം. എല്ലാവർക്കും മനസ്സിലായിട്ട് വിചാരിക്കുന്നു. ക്രിയാശീല കൂടിയ ലോഹം ക്രിയാശീല കുറഞ്ഞ ലോഹം ഉൾക്കൊള്ളുന്ന ലായനിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ക്രിയാശീല കുറഞ്ഞ ലോഹത്തെ കൂടിയ ലോഹം ആദേശം ചെയ്യുന്നതിനാണ്, അല്ലെങ്കിൽ പറ്റി പിടിപ്പിക്കുന്നതിനാണ് ആദേശ പ്രവർത്തനം എന്ന് പറയുന്നത്. ഈ പ്രവർത്തനം നടക്കുന്നത് എന്തിന്റെ ഫലമായിട്ടാണ്? റിഡോക്സ് പ്രവർത്തനം നടക്കുന്നതിന്റെ ഫലമായിട്ടാണ്. എന്താ റിഡോക്സ് പ്രവർത്തനം? ഓക്സീകരണവും നിരോക്സീകരണവും ഒന്നിച്ച് നടക്കുന്ന പറയുന്ന പേരാണ് റിഡോക്സ് പ്രവർത്തനം. അപ്പൊ എപ്പോഴും ക്രിയാശീല കൂടിയതിൽ ഓക്സീകരണവും ക്രിയാശീല കുറഞ്ഞതിൽ നിരോക്സീകരണവും സംഭവിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? High reactive metal is displaced the low reactivity metal from the high reactivity metal is displaced the low reactivity metal from the salt solution by redox reaction. ക്രിയാശീല കൂടിയ ലോഹം കുറഞ്ഞ ലോഹത്തെ അവയുടെ ലവണ ലായനിൽ നിന്നും ആദേശം ചെയ്യുന്നതിന്, അതായത് റിഡോക്സ് പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ആദേശം ചെയ്യുന്നതിന് എന്ത് പറയുന്നു? ആദേശ പ്രവർത്തനം എന്ന് പറയുന്നു. എല്ലാവർക്കും മനസ്സിലായിട്ട് വിചാരിക്കുന്നു.
ഇവിടെ നടക്കുന്ന ആദേശ പ്രവർത്തന പൊതുവായിട്ടുള്ള ഇക്വേഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഓക്സിഡേഷൻ ഇക്വേഷനാണ്, ഇത് റിഡക്ഷൻ ഇക്വേഷനാണ്, ഇത് റിഡോക്സ് റിഡക്ഷൻ ഇക്വേഷനാണ്. ക്ലിയർ? ആദേശ പ്രവർത്തനം നടക്കണമെങ്കിൽ ആ ലവണ ലായനിയിലെ അയോണിനേക്കാളും കൂടുതൽ ഉണ്ടായിരിക്കണം ഇറക്കി വെക്കുന്ന ലോഹത്തകിടിന് എന്നാണ് അർത്ഥം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ശ്രദ്ധിക്കണേ, അടുത്ത പറയാൻ പോകുന്നത് ഗാൽവാനിക് സെല്ലാണ്. ഗാൽവാനിക് സെൽ ആണ് ബാറ്ററി സെൽ അല്ലേ, അതിന് വോൾട്ടായിക് സെൽ എന്നൊക്കെ പറയാറുണ്ട്. എന്താണ് ഗാൽവാനിക് സെല്ല്, അതുപോലെ ഗാൽവാനിക് സെല്ലിന്റെ പ്രവർത്തനം എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. നല്ലോണം ശ്രദ്ധിക്കണേ. നോക്കൂ, ഇതൊരു ഗാൽവാനിക് സെല്ലിന്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ബീക്കർ ഉണ്ട്, രണ്ട് ബീക്കർ. ഒന്നാമത്തെ ബീക്കറിൽ സിങ്ക് സൾഫേറ്റ് ലായനി എടുത്തു വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ബീക്കറിൽ കോപ്പർ സൾഫേറ്റ് ലായനി എടുത്തു വെച്ചിട്ടുണ്ട്. ഈ സിങ്ക് സൾഫേറ്റ് ലായനിലേക്ക് സിങ്ക് റോഡ് ഡിപ്പ് ചെയ്തു, സിങ്ക് ലോഹത്തിന്റെ തകിട് ഇറക്കി വെച്ചിട്ടുണ്ട്. കോപ്പർ സൾഫേറ്റ് ലായനിലേക്ക് കോപ്പർ ലോഹത്തിന്റെ തകിട് ഇറക്കി വെച്ചിട്ടുണ്ട്. നോക്കൂ, വോൾട്ട് മീറ്റർ ആണ്, എത്രമാത്രം വോൾട്ടേജ് സർക്യൂട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് മനസ്സിലാക്കാൻ വേണ്ടി വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. വോൾട്ട് മീറ്റർ നെഗറ്റീവ് വശം ഞാൻ സിങ്ക് ലോഹവുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. വോൾട്ട് മീറ്റർ പോസിറ്റീവ് വശം ഞാൻ കോപ്പർ റോഡുമായി വയറുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. രണ്ട് ബീക്കറും പരസ്പരം ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ട്, ആ ഇലക്ട്രോൺസ് പ്രവഹിക്കാൻ വേണ്ടി ക്ലോസ്ഡ് സർക്യൂട്ട് ആകാൻ വേണ്ടിയിട്ട്, കാരണം രണ്ട് ലായനി തമ്മിൽ പരസ്പരം ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ സിങ്ക് സൾഫേറ്റും കോപ്പർ സൾഫേറ്റും ലായനിയും പരസ്പരം ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു സോൾട്ട് പിടിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാണ് ഗാൽവാനിക് സെല്ലിന്റെ ഔട്ടർ പിക്ചർ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഗാൽവാനിക് സെല്ല്, ഗാൽവാനിക് സെല്ല് പ്രവർത്തനം എങ്ങനെ നടക്കും എന്നെല്ലാം പറയാൻ പോവുകയാണ്. ശ്രദ്ധിക്കണേ. ഇതിന്റെ ഇവിടെ നോക്കൂ, ഈ ഗാൽവാനിക് സെല്ലിൽ ഇറക്കി വെച്ചിരിക്കും. ഗാൽവാനിക് സെല്ലിൽ രണ്ട് ലായനിയുണ്ട്. ആ ലായനിയെ പറയുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ്. എന്താ പറയാ? ഇലക്ട്രോലൈറ്റ്. അവിടെ ഇലക്ട്രോലൈറ്റ് എന്താണ്? സിങ്ക് സൾഫേറ്റും അതുപോലെ കോപ്പർ സൾഫേറ്റും. അപ്പോൾ അതാണ് ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റ്. ഗാൽവാനിക് സെല്ലിലുള്ള ലായനിയെ പറയുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ്. ഇനി ഒന്നാമത്തെ ബീക്കർ സിങ്ക് സൾഫേറ്റ് ഇലക്ട്രോലൈറ്റ് ആയിട്ടുണ്ട്, രണ്ടാമത്തെ കോപ്പർ സൾഫേറ്റ് ലായനിയും ഇലക്ട്രോലൈറ്റ് ആയിട്ടുണ്ട്. റൈറ്റ്? ഇതിലേക്ക് രണ്ട് ലോഹത്തിന്റെ തകിട് ഇറക്കി വെച്ചിട്ടുണ്ട്. ആ ഇറക്കി വെക്കുന്ന ലോഹ തകിടിനെ പറയുന്ന പേരാണ് ഇലക്ട്രോഡ്. എന്ത്? ഇലക്ട്രോഡ്. ലോഹ തകിടിനെ പറയുന്ന പേരാണ് ഇലക്ട്രോഡ്. നല്ല ശ്രദ്ധിക്കണേ. ഇനി നോക്കൂ, ഈ സിങ്ക് സൾഫേറ്റിലെ സിങ്കിനാണോ കോപ്പർ സൾഫേറ്റിലെ കോപ്പറിനാണോ ക്രിയാശീലം കൂടുതൽ? നോക്കിയേ, കോപ്പറാണോ സിങ്കാണോ മുകളിൽ? സിങ്കാണ് മുകളിൽ, കോപ്പർ താഴെയാണ്. അതുകൊണ്ട് സിങ്കിൽ എന്താണ്? സിങ്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലല്ലോ, ക്രിയാശീലം കൂടുതലുള്ളതിലായിരിക്കും എപ്പോ എന്ത് സംഭവിക്കുക? ഓക്സീകരണം സംഭവിക്കുക. അതുകൊണ്ട് സിങ്കിലായിരിക്കും എന്ത് സംഭവിക്കുക? ഓക്സീകരണം സംഭവിക്കുക. അതുകൊണ്ട് ഓക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡിനെ പറയുന്ന പേരാണ് ആനോഡ്. എന്ത്? ആനോഡ്. ഇവിടെ ആനോഡ് ഏതാണ്? സിങ്ക് റോഡാണ്. ഈ ആനോഡ് കണക്ട് ചെയ്തിരിക്കുന്ന വോൾട്ട് മീറ്റർ ഏത് വശവുമായിട്ടാണ്? നെഗറ്റീവ് വശമായിട്ടാണ്. നേരത്തെ ഇലക്ട്രോലൈറ്റിക് സെല്ല് വരുന്നുണ്ട്, അതിൽ ആനോഡ് പോസിറ്റീവ് വശമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അവിടെ പറയാം. ശ്രദ്ധിക്കണേ. നോക്കൂ, റിയാക്ടറിൽ കുറഞ്ഞത് ഏതാണ്? കോപ്പറാണ്. അപ്പോൾ കോപ്പറിൽ എന്താ സംഭവിക്കുക? ഇലക്ട്രോൺസിനെ സ്വീകരിക്കും, അതായത് റിഡക്ഷൻ സംഭവിക്കും. റിഡക്ഷൻ സംഭവിക്കുന്ന ഇലക്ട്രോഡിനെ പറയുന്ന പേരാണ് കാഥോഡ്. എന്ത്? കാഥോഡ്. അപ്പൊ എന്താണ് ആനോഡ്, എന്താണ് ഇലക്ട്രോഡ്, എന്താണ് ഇലക്ട്രോലൈറ്റ്, ആനോഡ് എന്താണ്, കാഥോഡ് എന്തായാലും മനസ്സിലായി വിചാരിക്കുന്നു. നോക്കൂ, അതുകൊണ്ട് തന്നെ ക്രിയാശീലം കൂടിയത് സിങ്കിലായതുകൊണ്ട് സിങ്ക് എന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കും. എന്നാൽ സിങ്ക് എന്തായി മാറും? സിങ്ക് +2 ഇലക്ട്രോൺസ് ആയി മാറും. റൈറ്റ്? അതായത് സിങ്ക് എന്ത് ചെയ്യും? സിങ്ക് സൾഫേറ്റിൽ സിങ്ക് എന്ത് ചെയ്യും? 2 ഇലക്ട്രോൺസ് വിട്ടുകൊടുത്തതായി സിങ്ക് +2 അയോണായി മാറി. ഈ 2 ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇത് ക്ലോസ് സർക്യൂട്ട്. ശ്രദ്ധിക്കണേ, ക്ലോസ് സർക്യൂട്ടായി. ശ്രദ്ധിക്കണേ, ക്ലോസ് സർക്യൂട്ടായി. ഈ ക്ലോസ് സർക്യൂട്ടിലൂടെ എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് പ്രവഹിക്കും. അപ്പൊ ഇലക്ട്രോൺസിന്റെ പ്രവാഹം എന്ത് ചെയ്യുന്നു? സിങ്കിൽ നിന്ന് കോപ്പറിലേക്കായിരിക്കും. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺസ് പ്രവഹിച്ചു എന്ത് ചെയ്യും? ഈ ഇലക്ട്രോൺസ് എവിടെത്തും? ഈ രണ്ടാമത്തെ ബീക്കറിലെ കോപ്പർ സൾഫേറ്റിലെ Cu+2 അയോൺ ഉണ്ട്, SO4- അയോൺ ഇല്ലേ? ഈ 2 ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? കോപ്പർ സൾഫേറ്റിലെ കോപ്പർ പ്ലസ് അയോൺ Cu+2 അയോൺ എന്ത് ചെയ്യും? സ്വീകരിക്കും. ഇവിടെ എന്തായി മാറും? Cu ആയിട്ട് മാറും. റൈറ്റ്? ഇതാണ് എന്ത്? ഓക്സിഡേഷൻ. എന്ത്? ഓക്സിഡേഷൻ. ഇതാണ് എന്ത്? റിഡക്ഷൻ.
അപ്പോൾ എന്തായിരിക്കും റെഡോക്സ് റിയാക്ഷൻ? എന്തായിരിക്കും പറഞ്ഞേ? 2 ഇലക്ട്രോൺസ് ക്യാൻസൽ. സിങ്ക് പ്ലസ് Cu+2 gives Zn+2 അതുപോലെ Cu. ഇതാണ് എന്ത്? റെഡോക്സ് റിയാക്ഷൻ. ക്ലിയർ ആയോ? അപ്പോൾ എന്താണ് ഗാൽവാനിക് സെല്ലിനർ? എന്താണ് സെല്ലിനർ? എന്താ ഇവിടെ കെമിക്കൽ, ഇവിടെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഇവിടെ ബാറ്ററി കൊടുത്തിട്ടില്ല. എത്രമാത്രം കറണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, വോൾട്ട് മീറ്റർ കൊടുത്തിരിക്കുന്നത്. അപ്പം ഗാൽവാനിക് സെല്ലിനർ എന്താണ്? It is a device used for conversion of chemical energy to electrical energy by redox reaction. റിഡോക്സ് പ്രവർത്തനം നടക്കുന്നതിന്റെ ഫലമായിട്ട് രാസോർജം വൈദ്യുതോർജമാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗാൽവാനിക് സെൽ. റൈറ്റ്? അതിൽ ക്രിയാശീലം കൂടുതലായിരിക്കും എന്ത് സംഭവിക്കുക? ഓക്സിഡേഷൻ സംഭവിക്കുക. ക്രിയാശീലം കുറഞ്ഞതിലായിരിക്കും എന്ത് സംഭവിക്കുക? റിഡക്ഷൻ സംഭവിക്കുക. അപ്പോൾ ഓക്സിഡേഷൻ പ്ലസ് റിഡോക്ഷൻ എന്ത് ചെയ്യും? ഈ 2 ബീക്കറുകളായിട്ട് റിയാക്ഷൻ നടക്കുന്നത് കൊണ്ട് റിഡോക്സ് റിയാക്ഷൻ നടക്കുന്നത് പറയാൻ പറ്റും. റിഡോക്സ് റിയാക്ഷൻ നടക്കുന്നത് പറയാൻ പറ്റും. ഓക്സിഡേഷൻ പ്ലസ് റിഡക്ഷൻ ആണ് റിഡോക്സ് റിയാക്ഷൻ. അതിന് ഈ ഗാൽവാനിക് സെല്ലിലെ ലായനിയെ പറയുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ്. 2 ഇലക്ട്രോലൈറ്റ് ഉണ്ടായിരിക്കും. ആ ലായനിൽ ഇലക്ട്രോലൈറ്റിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്ന ലോ തകിടിനെ പറയുന്ന പേരാണ് ഇലക്ട്രോഡ്. അതിലെ ഏത് ഇലക്ട്രോഡിലാണ് ഓക്സിഡേഷൻ നടക്കുന്നത്? ക്രിയാശീലം കൂടിയ ഇലക്ട്രോഡിലായിരിക്കും. അതിനെ പറയുന്ന പേരാണ് ആനോഡ്. ക്രിയാശീലം കുറഞ്ഞ ഇലക്ട്രോഡിലായിരിക്കും റിഡക്ഷൻ സംഭവിക്കും. അതിനെ പറയുന്ന പേരാണ് കാഥോഡ്. ക്ലിയർ? എല്ലാവർക്കും മനസ്സിലായിട്ട് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകുന്നു, ശ്രദ്ധിക്കൂ. നെക്സ്റ്റ് സെല്ലാണ്. ഇപ്പോൾ ഗാൽവാനിക് സെല്ലിലെ പ്രവർത്തനം പറഞ്ഞു. ഇനി വൈദ്യുത വിശ്ലേഷണ സെല്ല്, അതായത് ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറയും. അപ്പോൾ ഞാൻ ഇലക്ട്രോലൈറ്റിക് സെല്ല് പറയുന്ന മുന്നേ ആള് 8ാം ക്ലാസ് പഠിച്ചാൽ എന്താണ് ഇലക്ട്രോലൈസിസ് എന്താണ് പറയാം. എന്താണ് വൈദ്യുത വിശ്ലേഷണം അഥവാ ഇലക്ട്രോലൈസിസ്? അതായത് ഒരു പദാർത്ഥത്തെ വൈദ്യുതി ഉപയോഗിച്ച് വിഘടിപ്പിക്കുന്ന പ്രവർത്തനമാണ് എന്ത്? വൈദ്യുത വിശ്ലേഷണം. ഇലക്ട്രോലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡീകമ്പോസിഷൻ പ്രോസസ് ബൈ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി. ഒരു സബ്സ്റ്റൻസ് എന്ത് ചെയ്യുക? ഡീകമ്പോസ് വിഘടിപ്പിക്കാം, കറണ്ട് ഉപയോഗിച്ച് വിഘടിപ്പിക്കുക. അതിന് പറയുന്ന പേരാണ് എന്ത്? വൈദ്യുത വിശ്ലേഷണം. Decomposition of the substance by the passage of electricity is called what? Electrolysis. കറണ്ട് ഉപയോഗിച്ച് ഒരു പദാർത്ഥത്തെ വിഘടിപ്പിക്കുന്ന പ്രവർത്തനമാണെന്ത്? വൈദ്യുത വിശ്ലേഷണം, ഇലക്ട്രോലൈസിസ് എന്ന് പറയുന്നത്. ആ ഇലക്ട്രോലൈസിസ് എന്ന പ്രവർത്തനമാണ് എന്തിൻ്റെ അകത്ത് നടക്കുന്നത്? ഇലക്ട്രോലൈറ്റിക് സെല്ലിൻ്റെ അകത്ത് നടക്കുന്നത്. അതായത് വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ നടക്കുന്നത്. നോക്കൂ, ഇത് വൈദ്യുത വിശ്ലേഷണ സെല്ലിൻ്റെ ഔട്ടർ പിക്ചറാണ്. ഇപ്പോൾ തൊട്ട് മുന്നേ പഠിച്ചിരിക്കുന്ന ഗാൽവാനിക് സെല്ലും ഈ പഠിക്കാൻ പോകുന്ന വൈദ്യുത വിശ്ലേഷണ സെല്ലും തമ്മിലൊന്ന് പരസ്പരം ഒന്ന് കമ്പയർ ചെയ്യാം, ഒന്ന് താരതമ്യപ്പെടുത്താം. ഗാൽവാനിക് സെല്ലിൽ എന്തുണ്ടായിരുന്നു? 2 ബീക്കർ ഉണ്ടായിരുന്നു. എന്നാൽ ഈ വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ ഒരൊറ്റ ബീക്കർ മാത്രമേ ഉള്ളൂ. ക്ലിയർ? നെക്സ്റ്റ്, ഗാൽവാനിക് സെല്ലിൽ 2 ഇലക്ട്രോലൈറ്റ് ഉണ്ടായിരുന്നു, 2 ലായനികൾ ഉണ്ടായിരുന്നു. ഓർമ്മല്ലേ? കോപ്പർ സൾഫേറ്റ് ലായനിയും സിങ്ക് സൾഫേറ്റ് ലായനിയും. എന്നാൽ ഈ ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ എത്ര ലായനി മാത്രമേ ഉള്ളൂ? ഒരൊറ്റ ടൈപ്പ് ലായനി മാത്രമേ ഉള്ളൂ. ക്ലിയർ? നെക്സ്റ്റ് നോക്കൂ, ഈ ഗാൽവാനിക് സെല്ലിൽ 2 വ്യത്യസ്ത ക്രിയാശീലമുള്ള ഇലക്ട്രോഡ് ഉണ്ടായിരുന്നു, ലോഹത്തകിടുണ്ടായിരുന്നു. എന്നാൽ ഇതിലെന്താണ്? ഈ ഇലക്ട്രോലൈറ്റിക് സെല്ലിനകത്ത് 2 എന്താണ്? ഗ്രാഫൈറ്റ് ആണ്. 2നും ഒരേ ക്രിയാശീലമാണുള്ളത്. റൈറ്റ്? നെക്സ്റ്റ്, പ്രധാനപ്പെട്ട വ്യത്യാസം നേരത്തെ പറഞ്ഞിരുന്നു. ഗാൽവാനിക് സെല്ലിൽ ആനോഡ് നെഗറ്റീവ് വശമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. വോൾട്ട് മീറ്റർ നെഗറ്റീവ് വശമായിട്ടായിരുന്നു. എന്നാൽ ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ ആനോഡ് എന്താണ്? പോസിറ്റീവ് പോളുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആനോഡിൽ ഓക്സിഡേഷനും കാഥോഡ് റിഡക്ഷനും തന്നെയാണ് 2നും നടക്കുന്നത്. പക്ഷേ ഗാൽവാനിക് സെല്ലിൽ ഇവിടെ ആനോഡ് കണക്ട് ചെയ്തിരിക്കുന്നത് വോൾട്ട് മീറ്റർ നെഗറ്റീവ് വശമാണെങ്കിൽ ഈ ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ ആനോഡ് കണക്ട് ചെയ്തിരിക്കുന്നത് ബാറ്ററിയുടെ പോസിറ്റീവ് വശമായിട്ടാണ്. കാഥോഡ് കണക്ട് ചെയ്തിരിക്കുന്നത് ബാറ്ററിയുടെ നെഗറ്റീവ് വശമായിട്ടാണ്. ഇതെന്താണ്? പ്രധാനപ്പെട്ട 4 വ്യത്യാസങ്ങളാണ്. എന്തൊക്കെ? ഗാൽവാനിക് സെല്ലും വൈദ്യുത വിശ്ലേഷണ സെല്ലും തമ്മിലുള്ള വ്യത്യാസമാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ പറയുന്നു. അപ്പൊ ഇവിടെ നോക്കൂ, ഗാൽവാനിക് സെല്ലിൽ എന്തില്ലായിരുന്നു? ബാറ്ററി ഇല്ലായിരുന്നു.
അല്ലേ? അപ്പൊ ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിന് ഫലമായിട്ട് എന്ത് ഉത്പാദിപ്പിക്കപ്പെട്ടു? ഇലക്ട്രിക്കൽ എനർജിയായി മാറി. കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയായി മാറിയിരുന്നു എന്തില്? ഗാൽവാനിക് സെല്ല്. എന്നാൽ ഈ ഇലക്ട്രോലൈറ്റിക് സെല്ലിനുണ്ട് വോൾട്ട് മീറ്ററിന് പുറമെ എന്തുണ്ട്? എത്രമാത്രം വോൾട്ടേജ് ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് മനസ്സിലാക്കാൻ വേണ്ടി വോൾട്ട് മീറ്റർ ഉണ്ട്. അതിന്റെ പുറമെ എന്തുണ്ട്? ബാറ്ററി ഉണ്ട്. റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആദ്യം ഇനീഷ്യൽ എനർജി കൊടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് എന്ത്? ബാറ്ററി. അപ്പൊ ഗാൽവാനിക് സെല്ല് എന്തായിരുന്നു? കെമിക്കൽ എനർജി കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി ആയിരുന്നെങ്കിൽ, എന്നാൽ ഇതിനെന്താണ്? ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഗാൽവാനിക് സെല്ലിന്റെ ഔട്ടർ പിക്ചർ. ഇലക്ട്രോലൈറ്റിക് സെല്ലിന്റെ ഔട്ടർ പിക്ചർ. ഒന്നുകൂടെ പറയാം. ഇലക്ട്രോലൈറ്റിക് സെല്ലിന്റെ അകത്ത് ഒറ്റ ബീക്കറേ ഉള്ളൂ. ഗാൽവാനിക് സെല്ലിന്റെ അകത്ത് 2 ബീക്കർ ഉണ്ട്. ഗാൽവാനിക് സെല്ലിൽ 2 ഇലക്ട്രോലൈറ്റ് ഉണ്ടെങ്കിൽ ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ ഒരൊറ്റ തരത്തിലുള്ള ഇലക്ട്രോലൈറ്റ് മാത്രമേ ഉള്ളൂ. ഗാൽവാനിക് സെല്ലിൽ ബാറ്ററി ഉണ്ട്. ബാറ്ററി ഇല്ല. എന്നാൽ ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ ബാറ്ററി ഉണ്ട്. ഗാൽവാനിക് സെല്ലിൽ 2 വ്യത്യസ്ത ഇലക്ട്രോഡ് ഉണ്ടായിരുന്നു, സിങ്കും കോപ്പറും. ഓർമ്മല്ലേ? എന്നാൽ ഇത് രണ്ടും എന്താണ്? ഒരേ റിയാക്ടിവിറ്റി ഉള്ള ഗ്രാഫൈറ്റ് ആണ്. ഒരൊറ്റ തരത്തിലുള്ള ഇലക്ട്രോഡ് മാത്രമേ ഉള്ളൂ. എന്നാൽ പ്രധാന വ്യത്യാസമാണ് ലാസ്റ്റ്. ഗാൽവാനിക് സെല്ലിൽ ആനോഡ് കണക്ട് ചെയ്തിരിക്കുന്നത് വോൾട്ട് മീറ്റർ നെഗറ്റീവ് വശമായിട്ടായിരുന്നു, കാഥോഡ് പോസിറ്റീവ് വശമായിട്ടായിരുന്നു. എന്നാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണിത്. ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ ആനോഡ് ബാറ്ററിയുടെ പോസിറ്റീവ് വശം, കാഥോഡ് നെഗറ്റീവുമാണ്. ക്ലിയർ? ഇതെല്ലാം ഗാൽവാനിക് സെല്ലും ഇലക്ട്രോലൈറ്റിക് സെല്ലും തമ്മിൽ വ്യത്യാസമാണ്. ഇതിലെന്ത്? ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജിയായി മാറുന്നു. എന്നാലോ ഗാൽവാനിക് സെല്ലിലോ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയായി മാറുന്നു. ഇതാണ് നമ്മൾ ഇലക്ട്രോലൈറ്റിക് സെല്ലിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ ഇങ്ങനെ റിയാക്ഷൻ നടക്കുന്നത്? ഇലക്ട്രോലൈസിസ് എന്ന പ്രവർത്തനം നടക്കുന്നതിന് ഫലമായിട്ടാണ്. എന്താണ് ഇലക്ട്രോലൈസിസ്? ഒരു പദാർത്ഥത്തെ വൈദ്യുതി ഉപയോഗിച്ച് വിഘടിപ്പിക്കുന്ന പ്രവർത്തനമാണ് എന്ത്? വൈദ്യുത വിശ്ലേഷണം. ഇറ്റ് ഈസ് എ ഡീകമ്പോസിഷൻ ഓഫ് ദ സബ്സ്റ്റൻസ് ബൈ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി. അതാണ് ഇലക്ട്രോലൈസിസ്. ആ ഇലക്ട്രോലൈസിസ് എന്ന പ്രവർത്തനമാണ് ഇലക്ട്രോലൈറ്റിക് സെല്ലിൻ്റെ അകത്ത് നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ എന്താണ് ആദേശ പ്രവർത്തനം പറഞ്ഞു, അതായത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ പറഞ്ഞു, പിന്നെ ഗാൽവാനിക് സെല്ല് പറഞ്ഞു, ഗാൽവാനിക് സെല്ലിന്റെ പ്രവർത്തനം പറഞ്ഞു, ഇലക്ട്രോഡ്, ഇലക്ട്രോലൈറ്റ്, ആനോഡ്, കാഥോഡ് എല്ലാം പറഞ്ഞു. പിന്നെ നമ്മൾ ഇലക്ട്രോലൈറ്റിക് സെല്ല് പറഞ്ഞു, വൈദ്യുത വിശ്ലേഷണ സെല്ല് പറഞ്ഞു, അത് തൊട്ട് മുന്നായിട്ട് ഇലക്ട്രോലൈസ് പറഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ ഇലക്ട്രോലൈസിസ് ഓഫ് വാട്ടർ, എങ്ങനെ വാട്ടറിനെ ഇലക്ട്രോലൈസ് ചെയ്യുമ്പോൾ ആനോഡിൽ ഏത് അയോൺസ് ഉണ്ടാകും, കാഥോഡിൽ ഏത് അയോൺസ് ഉണ്ടാകും നോക്കാം നെക്സ്റ്റ് ക്ലാസ്സിൽ. അതുപോലെ ഇലക്ട്രോലൈസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്, ഇലക്ട്രോലൈസിസ് ഓഫ് വാട്ടർ, ഇലക്ട്രോലൈസിസ് ഓഫ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ, അതുപോലെ ഇലക്ട്രോപ്ലേറ്റിംഗ്. ഈ കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഒന്ന് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, അത് ഗാൽവാനിക് സെല്ലിൽ പ്രവർത്തനം, ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ പ്രവർത്തനം. ഇനി ഇലക്ട്രോലൈറ്റിക് സെല്ലുമായി ബന്ധപ്പെട്ട്, അതായത് ഇലക്ട്രോലൈസുമായി ബന്ധപ്പെട്ട് ഇലക്ട്രോലൈസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്, ഇലക്ട്രോലൈസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ, ഇലക്ട്രോലൈസിസ് ഓഫ് വാട്ടർ, അതുപോലെ ഇലക്ട്രോപ്ലേറ്റിംഗ്. ഈ കാര്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഇന്ന് പ്രതീക്ഷയോടെ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.